നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ കേശവ മെഡിക്കൽ സെൻറ്റർ, ചിന്മയാലൈൻ ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ട് റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പ്രധാനമായിട്ട് ആളുകൾക്ക് കൂടുതലും ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഈ കൊളസ്ട്രോൾ. അപ്പോൾ ഈ കൊളസ്ട്രോൾ എങ്ങനെയാണ് കൂടുന്നത്, അപ്പോൾ എങ്ങനെയാണ് കുറയുന്നത്, അതും കൂടെ പറയാം. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിധി വരെ കൊളസ്ട്രോൾ ആവശ്യമാണ്, ബ്ലഡിന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ബ്ലഡ് ടോട്ടൽ കൊളസ്ട്രോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും 200 താഴെ നിൽക്കണം, അല്ലെങ്കിൽ 200 വരെ പോകാം. അതിന് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞിട്ട് അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കൊഴുകളെ, പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ രക്തക്കൊഴുകളെ അടവുകളുണ്ടാക്കും. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വില്ലനാണ്. അപ്പോൾ കൊളസ്ട്രോൾ തന്നെ അത് ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ ട്രൈഗ്ലിസറൈഡ് വരും. അത് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തുമാത്രം പ്രോബ്ലം ആ പേഷ്യൻസിനുണ്ടെന്നുള്ളത്. പിന്നെ ജനറലായിട്ടും അറിയാൻ ചെയ്യും. അപ്പോൾ ഈ കൊളസ്ട്രോൾ വരുന്നത് എന്തുകൊണ്ടാണ്? കൂടുതലും കൊളസ്ട്രോൾ വരുന്നതിൻ്റെ കാരണം നമ്മൾ ഫാറ്റി ഫുഡ് ഉപയോഗിക്കും. ഇപ്പോൾ ഫാറ്റി ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് വരുന്നത് നോൺ വെജിയാണ്. എന്നാൽ ചില ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തവിടെണ്ണ കുഴപ്പമില്ല, പിന്നെ സൂര്യകാന്തി കുഴപ്പമില്ല, അതുപോലെ വെളിച്ചെണ്ണ കുഴപ്പമില്ല. പിന്നെ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാം ഓയിലാണ്. അപ്പോൾ നമ്മൾ ഈ കടകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവർ ഇതിനൊക്കെ പാം ഓയിലിന് വില കുറവാണ്, അല്ലെങ്കിൽ ഡാൽഡ. അപ്പോൾ ഇതാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇറച്ചിയും പിന്നെ ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഡേഞ്ചറസാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം പോയി കൊളസ്ട്രോളായിട്ട് ഫോം ചെയ്തിട്ട് നമ്മുടെ രക്തക്കൊഴലുകളിൽ അടവുകളുണ്ടാക്കും. ആദ്യം അടവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഈ ഫാറ്റ് പോലെ ഡിപ്പോസിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ രക്തക്കൊഴലുകളിൽ അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഫൈബർ ഫോമാകും, നാര് പോലെയാവും. അതും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ പൈപ്പിലൊക്കെ തുരുമ്പ് കയറി അടയത്തില്ലേ, അതുപോലെ അടവുകൾ നമ്മുടെ രക്തക്കൊഴൽ, പ്രത്യേകിച്ച് ആർട്ടറി, രക്തത്തിൻ്റെ ഹാർട്ടിൻ്റെ ബ്ലോക്ക്, ഹാർട്ടിനകത്ത് ആ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മേജർ പ്രോബ്ലമാണത്. അപ്പോൾ അതിനായിട്ടാണ് പിന്നെ ആളുകൾ പിന്നെ ഏതെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടർമാരെ ആൻജിയോഗ്രാം എടുക്കാൻ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറയും, അത് കഴിഞ്ഞിട്ട് ബൈപ്പാസ് ചെയ്യാൻ പറയും. പക്ഷേ ഇതെല്ലാം ചെറിയ നിസ്സാര കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കാനുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഫ്രൂട്ട്സ് കഴിക്കുക, മാക്സിമം വെജിറ്റബിൾസ് കഴിക്കുക. അതുപോലെ ഓയിലി ഫുഡ് എത്രത്തോളം കുറയ്ക്കുന്നു അത്രത്തോളം നല്ലതാണ്. പക്ഷേ അതുപോലെ ഈ ബട്ടർ ഉപയോഗിക്കുന്നത് വലിയ ദോഷവശം ചെയ്യുന്നതാണ്. അതേസമയം ബട്ടറിൻ്റെ വേറൊരു ഫോമാണ് നെയ്യ് എന്ന് പറയുന്നത്. അത് ഒരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൊളസ്ട്രോളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ബട്ടർ ഉപയോഗിക്കുന്നത് മാറ്റി വെച്ചിട്ട് നമുക്ക് നെയ്യെന്ന് പറയുന്ന ഗീ ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഉദാഹരണം നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ലോകം മുഴുവൻ ചെയ്തതാണ് ഗീ, അതുകൊണ്ട് ഗീ വളരെ സേഫാണ്. ഇപ്പോൾ ഉദാഹരണം ആയുർവേദത്തിൻ്റെ നല്ല ഒരെണ്ണം ഇത് ഘൃതം എന്നാണ് പറയുന്നത്. പിന്നെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന എല്ലാത്തിനും ഈ മരുന്നിൻ്റെ കൂടെ ഈ ഒരു പേസ്റ്റ് ഫോമിൽ ആകുന്ന മരുന്നുകൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ ഗീ നെയ്യ് കൊണ്ടാണ്. അപ്പോൾ നെയ്യ് ഉപയോഗിക്കാൻ വളരെ സേഫാണ്. ബാക്കി നെയ്യ് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, പാം ഓയിൽ ഒഴിച്ച് ബാക്കിയുള്ള ഓളുകളെല്ലാം സേഫാണ്. ബട്ട് എന്നിരുന്നാലും നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത് ഇതെല്ലാം ദോഷവശം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഇത് മില്ലിൽ പോയിട്ട് ആട്ടിയ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ എണ്ണ വേറൊരു കുഴപ്പമുണ്ട്. ഇവർ ഈ ഓയിലിൽ നിന്ന് തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ഈ വേസ്റ്റായിട്ടുള്ള ഓയിലുകളുണ്ട്. ഈവൻ ക്രൂഡ് ഓയിലിൽ നിന്ന് തന്നെ അവർ തിരിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അത് ഒഴിവാക്കാൻ സാധിക്കും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക, പിന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാമിന് പകരം നമുക്ക് ഹാർട്ട് സ്കാൻ ചെയ്യാൻ ദോഷവശമില്ലാത്തതാണ്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലേസർ തെറാപ്പി എഫക്റ്റീവാണ്. അതുപോലെ വെക്കീലേഷൻ തെറാപ്പിയും എഫക്റ്റീവാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എൻ്റെ പ്രമാദമായ പേഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടർ, ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണൻ സാറ്,
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാർത്താണ്ഡ മഹാരാജാവ് ഇതൊക്കെ വരെയൊക്കെ ആയിരുന്നു. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്ട്